ഹലോ ഫ്രണ്ട്സ്, മാസ്റ്റർ പീസ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊന്നും ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു ലൈവാണ്. ലൈവ് എന്ന് പറയുമ്പോൾ ഇതിന് മുമ്പ് കുറേ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. എന്നാൽ അതൊന്നുമല്ല, ഒരു സ്പെഷ്യൽ ലൈവ് ആട്ടോ. ഒരു അടിപൊളി ഗ്രീൻ ലൈമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ മാസ്റ്റർ പീസ് വ്ളോഗ് എന്ന് പറയുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എന്നും പറയുന്നത് പോലെ തന്നെ ഗീവ് അവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനായിട്ട് എല്ലാവരും എല്ലാ വീഡിയോക്കും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ ഒരു വീഡിയോക്ക് ഇഷ്ടംപോലെ കമൻറ്റ് ചെയ്തോളി. പിന്നെ 1 മില്യൺ ആകുമ്പോഴാണ് നറുക്കെടുപ്പ് കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് പറഞ്ഞില്ല, നമുക്ക് എങ്ങനെ ഈ ഒരു ലൈവ് ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമ്മൾ ഇതേപോലെയുള്ളൊരു ജാർ എടുത്തിട്ടുണ്ട് മിക്സ് ചെയ്യാൻ വേണ്ടി. അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം, ഏകദേശം ഒരു 400 ml വെള്ളം ഉണ്ടാവും, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്നത് ചെറുനാരങ്ങ നീരാണ്. ഒരു 2 ചെറുനാരങ്ങ, ചെറിയ 2 ചെറുനാരങ്ങയുടെ നീര് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അടുത്തായിട്ട് നമ്മൾ ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചാണ്, കൂടുതലായിട്ട് ഏറി പോരുത്. അപ്പോൾ ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഏലക്കായാണ്. ഏലക്കായ 2 എടുത്തിട്ടുണ്ട്. ഇത് പൊട്ടിച്ചിട്ടിട്ട് അതിൻ്റെ കുരു മാത്രം നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയും കുരുവാണ് ഇതിൽ നിന്ന് കിട്ടിയിട്ടോ. നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് പുതിനയിലാണ്. ഒരു 5-6 അല്ലി പുതിനയില നമ്മൾ എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കഴിച്ച് നമ്മൾ ഇതേപോലെയുള്ള കിയാർ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കക്കരിക്കാലും മതി കേട്ടോ. അപ്പോൾ കിയാർ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 5-6 പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് കുറച്ച് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച്, മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഈ നമ്മളെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. വേണമെങ്കിൽ അരിച്ചെടുക്കാം കേട്ടോ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അപ്പോൾ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഗ്രീനൊരു കളർ തന്നെ ഉണ്ട് ഇതിൻ്റെ ഏറ്റവും സംഭവം എന്ന് പറയുന്നത്. കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് വെച്ച് കൊടുക്കട്ടെ. അതുപോലെ തന്നെ കുറച്ച് ഐസ് ഇട്ട് കൊടുക്കാം. യെസ്, സംഭവം അടിപൊളി കിടിലനായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ കേസ് നമ്മുടെ ലൈം ഇതാ റെഡി ആയിട്ടുണ്ട്. കിടിലൻ, എന്താ പറയുക, അടിപൊളി ഒരു ലൈമാണ്. ഒന്ന് കുടിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഗൈസ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം, എന്നാൽ അതിൻ്റെ ടേസ്റ്റിംഗ് ഒക്കെ അറിയാൻ തന്നെ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ പറഞ്ഞ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കുക. അടിപൊളിയാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി, എന്നിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോക്ക് എല്ലാവരും നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് എഴുതുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക് 1 മില്യൺ ആകുമ്പോൾ നമ്മൾ റെഫ്രിജറേറ്റർ നൽകുന്ന കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് പറഞ്ഞില്ല, നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.